മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞതായ ഒരു വാക്യമാണിത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയതായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഓർപ്പിക്കുകയാണ്. കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിശ്വാസത്തോടു കൂടിയല്ല, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. നാം വെറുതെ പ്രാർത്ഥിച്ച് വിട്ടുകളയുകയല്ല. എൻ്റെ ദൈവത്തിന് ഇത് സാധ്യമാണ്, എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ദൈവഹിതമായ പ്രാർത്ഥനയാണെങ്കിൽ, ദൈവത്തെ ദുഃഖിപ്പിക്കാത്ത പ്രാർത്ഥനയാണെങ്കിൽ അത് നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. ഇപ്രകാരം ഒരു സംഭവകഥ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ D.L. മൂഡി ഷിക്കാഗോയിൽ ഒരു സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ ആരംഭിച്ചു. എന്നാൽ തനിക്ക് അതിനു വേണ്ടിയുള്ളതായ പണമൊന്നും കൈവശം ഉണ്ടായിരുന്നില്ല. വലിയൊരു ക്രൂസൈഡ് നടത്തുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ തൻ്റെ കൂടെയുള്ള തൻ്റെ വിശ്വാസികളോട്, തൻ്റെ കൂട്ടുപ്രവർത്തകരോട് D.L. മൂഡി ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെല്ലാവരും അതിന് വേണ്ടതായ പണം ലഭിക്കേണ്ടതിന് ആ ഫണ്ട് മുഴുവനായി ഏകദേശം $6,000 വേണമായിരുന്നു അവിടെ ആ ക്രൂസൈഡ് നടത്തുന്നതിന്. അപ്പോൾ അത് നടത്തുന്നതിന് വേണ്ടതായ മുഴുവൻ സാമ്പത്തികമായ നന്മയും നമ്മുടെ കൈവശം വന്നു ചേരേണ്ടതിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുവാനായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ച് ഏതാനും സമയം കഴിഞ്ഞില്ല. അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. അദ്ദേഹം തുറന്നു നോക്കുമ്പോൾ തനിക്ക് ഒരു കമ്പി സന്ദേശം ലഭിച്ചിരിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളതായ $6,000 തൻ്റെ വിശ്വാസികളായ ഒരു സഭയിലുള്ള ആളുകളെല്ലാം കൂടി പിരിവ് നടത്തി തനിക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നടന്നതായ ഒരു കാര്യം, D.L. മൂഡി അപ്പോഴാണ് പ്രാർത്ഥിച്ചതെങ്കിലും പ്രാർത്ഥിക്കുന്നതിന് മുൻപേ തന്നെ സ്വർഗത്തിലെ ദൈവം D.L. മൂഡിക്ക് വേണ്ടി ആ സുവിശേഷത്തിന് വേണ്ടി കരുതിയിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടതായ മറുപടി അദ്ദേഹത്തിൻ്റെ അരികിലെത്തി. താൻ പ്രാർത്ഥിക്കുന്ന മുൻപേ തന്നെ തൻ്റെ വിശ്വാസികളുടെ ഹൃദയത്തെ ജീവനുള്ള ദൈവം ഒരുക്കി. അവരുടെ ഹൃദയത്തിൽ തൻ്റെ സഭയിലുള്ളതായ ആളുകളുടെ ഇടയിൽ ഉത്സാഹം ഉണ്ടാവുകയാണ് ചെയ്തത്. ഈ D.L. മൂഡിക്ക് വേണ്ടി D.L. മൂഡി നടത്തുന്നതായ സുവിശേഷ പ്രവർത്തനങ്ങളെ സഹായിക്കുവാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആ സഭയിലുള്ളതായ വിശ്വാസികൾക്ക് തോന്നുകയും അവർ അതിനുവേണ്ടി ഒരു പണപ്പിരിവ് നടത്തുകയും ചെയ്തു. പിരിച്ച് അവർക്ക് ലഭിച്ചതായ തുക $6,000 കൃത്യമായിരുന്നു. ആ പണം ലഭിച്ചപ്പോൾ D.L. മൂഡി ദൈവത്തെ സ്തുതിച്ചു. അതെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നാം പ്രാർത്ഥിക്കുന്ന ഇപ്പോഴാണെങ്കിലും നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നമ്മുടെ ആഗ്രഹം അറിഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സിൽ ആഗ്രഹം കൊടുക്കുന്ന, താല്പര്യം കൊടുക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ മനസ്സ് കൊടുക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. നാം ചെയ്യുന്നതിന് മുന്നമേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ അപ്പൻ. നാം ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവനാണ് ജീവനുള്ള ദൈവം. നാം ആരുടെ കൈകളിലേക്കാണോ നമ്മുടെ ജീവിതം ഫലമേൽപ്പിച്ചിരിക്കുന്നത്, ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മെ വഴി നടത്തുവാൻ മതിയായ ദൈവമാണ്. മനോഹരമായ ഒരു പാട്ട് നാം ഇപ്രകാരം പാടാറുണ്ടല്ലോ. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും, യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിച്ചു എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകിൽ നിശ്ചയം ഫലം. അതെ, യാചിക്കുന്നതെല്ലാം പ്രാപിച്ചു എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതെല്ലാം നമുക്ക് ലഭിക്കും നിശ്ചയമെന്നാണ് ഇവിടെ പാട്ടുകാരൻ പറയുന്നത്. ദൈവത്തിൻ്റെ വചനവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾക്കത് ലഭിച്ചു എന്നുള്ളതായ വിശ്വാസത്തോടെ. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി എൻ്റെ ദൈവം എനിക്ക് നൽകുമെന്നുള്ളതായ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. D.L. മൂഡിയുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, നാം ഓരോരുത്തരും വിശ്വാസത്തോടുകൂടി ജീവനുള്ള ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്നുവെങ്കിൽ, നമ്മുടെ യാചനകൾ, അപേക്ഷകൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്നുവെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവിനോട് പറയുന്നുവെങ്കിൽ, നമ്മുടെ നല്ല ആഗ്രഹങ്ങൾക്ക് തക്ക സമയത്ത് മറുപടി തരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. അത് ഒരുപക്ഷെ പെട്ടെന്നായിരിക്കാം, ഒരുപക്ഷെ അല്പം കഴിഞ്ഞിട്ടായിരിക്കാം,
ഒരു പക്ഷേ ചില നാളുകൾക്ക് ശേഷമായിരിക്കാം. അത് ഏത് സമയമാണെങ്കിലും തക്ക സമയത്ത് മറുപടി തരുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന, നമ്മുടെ രോഗത്തിൻ്റെ വിവരങ്ങൾ അറിയുന്ന, നമ്മുടെ സാമ്പത്തികമായ പ്രതികൂലങ്ങൾ അറിയുന്ന, നമ്മുടെ ആവശ്യഭാരങ്ങൾ അറിയുന്ന, നമ്മുടെ വേദനാ വിഷയങ്ങൾ അറിയുന്ന നല്ലൊരപ്പൻ. നാം എത്ര സങ്കടഭാരത്തോടെ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു എന്ന് വിശ്വാസത്തോടുകൂടി, എൻ്റെ അപ്പൻ ഇതിന് മതിയായ ദൈവമാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്, ഞാൻ പ്രാർത്ഥിച്ചാലും എൻ്റെ കർത്താവ് കേൾക്കും, ആ പ്രാർത്ഥനകൾക്ക് മറുപടി തരും എന്നുള്ളതായ വിശ്വാസത്തോടെ, ഈ പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടി ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതായ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി തരുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നു. ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. നല്ല ആഗ്രഹങ്ങളൊക്കെയും ആ കർത്തൃസന്നിധിയിലേക്ക് കൊണ്ടുവരാം. ഈ നല്ല കർത്താവ് നമ്മെ വിളിക്കുന്നതായി ഈ സമയം അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം നമുക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ പൊന്നു തിരുനാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.